കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വെള്ളക്കെട്ടുകൾ. ഒരു കാലത്ത് പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങളും വീടുകളും വഴികളിലുമെല്ലാം ഇന്ന് പ്രകൃതിയുടെ കലിതുള്ളലിൽ വെള്ളത്തിനടിയിലാണ്. അപ്പർ കുട്ടനാടൻ മേഖലയായ നിരണം പൂർണ്ണമായും പ്രളയക്കയത്തിൽ മുങ്ങിയിരിക്കുന്നു. പമ്പയാറ്റിലും മണിമലയാറ്റിലും ഉണ്ടായ ജലനിരപ്പിലെ പെട്ടെന്നുള്ള വർധനവാണ് ഈ പ്രദേശത്തെ ഒന്നാകെ ദുരിതത്തിലാക്കിയത്. മലയോര മേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയും റാന്നി ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലുകളും ആറ്റിലെ ജലനിരപ്പ് കുത്തനെ ഉയർത്തി. നിമിഷങ്ങൾക്കുള്ളിലാണ് വെള്ളം ഗ്രാമങ്ങളിലേക്ക് ഇരച്ചു കയറിയത്. നിരണം പ്രദേശത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വീടുകളുടെ പകുതിയോളം വെള്ളം കയറി നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇടവഴികളിലും റോഡുകളിലും പൂർണ്ണമായും വെള്ളം കയറി. ഇവയൊക്കെ കാണാമറയത്തായി. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും നിലച്ചതോടെ വള്ളങ്ങളും ബോട്ടുകളുമാണ് ജനങ്ങളുടെ ഏക ആശ്രയം. പല കുടുംബങ്ങളിലും വീടുകളുടെ മുകളിലോ ഇടകളിലോ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലോ അഭയം തേടിയിരിക്കുകയാണ്. വീട്ടിനുള്ളിൽ വെള്ളം കയറിയിട്ടും പല കാരണങ്ങൾ കൊണ്ടും വീട് വിട്ട് പുറത്തേക്ക് വരാതെ വീടുകളിൽ കഴിയുന്ന അനവധി ആളുകൾ ഇവിടെയുണ്ട്. വളർത്തുമൃഗങ്ങളും കൃഷിയുമെല്ലാം ഇനി അവർക്ക് ഒരു ചോദ്യചിഹ്നമാണ്. KSEB ഉദ്യോഗസ്ഥർ വൈദ്യുതി ബന്ധം നഷ്ടപ്പെടാതിരിക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ്. ചുറ്റും വെള്ളമാണെങ്കിലും ഒരിറ്റ് കുടിവെള്ളത്തിനായി നാടൊന്നാകെ വലയുന്ന കാഴ്ച. ഓരോ പ്രളയകാലത്തും നിരണനിവാസികൾ അനുഭവിക്കുന്ന ഈ ദുരന്തം പ്രകൃതിയുടെ മാത്രം പ്രകോപനമല്ല, മറിച്ച് അപ്പർ കുട്ടനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ കൂടിയാണ്. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ തിട്ടപ്പെടുത്തുവാൻ പോലും കഴിയാത്ത വിധം പ്രളയം ഇവിടെ നാശം വിതച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനം സജീവമായി പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് പലയിടത്തും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും ദുരിത മേഖലയിലെല്ലാം ഓടിയെത്തുന്നുണ്ടെങ്കിലും അടിക്കടി ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളും അവരെയും തളർത്തുന്നു. സ്വന്തം വീടും സമ്പാദ്യങ്ങളും വെള്ളത്തിനടിയിലാകുമ്പോഴും ജീവൻ തിരികെ ലഭിച്ചതിൻ്റെ ആശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടി കഴിയുകയാണ് ഗ്രാമം. പ്രകൃതി ശാന്തമായി ഈ വെള്ളക്കെട്ടുകൾ ഇറങ്ങിപ്പോകുന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി നിരണം നിവാസികളുടെ മുൻപിലുള്ളത്. ഭൂമിശാസ്ത്രപരമായി അപ്പർ കുട്ടനാട് മേഖലയാണെങ്കിലും നിരണത്തെ കൂടി കുട്ടനാട് മേഖലയിൽ ഉൾപ്പെടുത്തി കുട്ടനാട് പാക്കേജുകളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ആവശ്യം.